ഒരു ഗർഭിണിയായ പെൺകുട്ടിക്ക് വാവ ഓക്കെ ആണ് എന്നുള്ളതിന് ഏറ്റവും റീഅഷ്വറിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ സമാധാനം തരുന്ന ഒരു കാര്യമാണ് കുഞ്ഞിൻ്റെ അനക്കം. അപ്പം ഈ അനക്കം എങ്ങനെയാണ് മോണിറ്റർ ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ അറിയണ്ടേ? എന്നാലേ നമുക്ക് ബേബി ഓക്കെ ആണെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ ചില പേഷ്യൻസ് ഉണ്ട് നമ്മുടെ അടുത്ത് വന്ന് പറയും, അയ്യോ ഡോക്ടർ 1 മണിക്കൂറായി വാവ തീരെ അനങ്ങിയിട്ടില്ല, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, സ്കാനിങ് എടുത്ത് നോക്കണോ? എന്നാൽ വേറൊരു വശം പേഷ്യൻസും ഉണ്ട്, ഇന്നലെ മുതൽ ഡോക്ടറെ അനക്കമൊന്നുമില്ല, പക്ഷേ രാത്രി ആകുമ്പോൾ ഡോക്ടർ ഹോസ്പിറ്റലിൽ ഉണ്ടാവുമോ എന്നറിയില്ലല്ലോ, അതുകൊണ്ട് ഇന്ന് രാവിലെ വരാമെന്ന് വിചാരിച്ചു. ഈ 2 എക്സ്ട്രീമും നമുക്ക് ടെൻഷനുള്ളൊരു കാര്യമാണ് ഡോക്ടർമാരെ സംബന്ധിച്ചിടത്തോളം. അപ്പം എങ്ങനെയാണ് കുഞ്ഞിൻ്റെ അനക്കം നോക്കേണ്ടത്? കണക്കുകൾ അനുസരിച്ചിട്ട് 2 മണിക്കൂറിൽ 10 അനക്കം കിട്ടണം. ഇതാണ് നമ്മുടെ ഗൈഡ് ലൈൻസ് ഒക്കെ നമ്മൾ പറയുന്നത്. പക്ഷേ ഇതെപ്പോഴും നമുക്ക് നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റില്ല അല്ലേ? അപ്പം നമുക്ക് ഏതൊക്കെ രീതിയിലാണ് നമുക്ക് പ്രാക്ടിക്കലായിട്ട് നമ്മുടെ കുഞ്ഞുവാവ ശരിക്കും അനങ്ങുന്നുണ്ടോ എന്ന് നോക്കാൻ നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങൾ. നമ്മൾ സാധാരണ പേഷ്യൻസിനോട് പറഞ്ഞു കൊടുക്കാറ്, നിങ്ങൾ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇടത്ത് ഭാഗം ചെരിഞ്ഞ് കിടക്കുക. ആ ഇടത്ത് ഭാഗം ചെരിഞ്ഞ് കിടക്കുന്ന സമയത്ത് നിങ്ങൾ 1 മണിക്കൂർ അനക്കം നോക്കുക. എന്തുകൊണ്ടാണ്? ഭക്ഷണം കഴിച്ചതിന് ശേഷം ബേബിക്ക് ഗ്ലൂക്കോസ് കുറഞ്ഞു കഴിഞ്ഞാൽ ബേബിയുടെ അനക്കം കുറയും അല്ലേ? അപ്പോൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്ലൂക്കോസ് കുറയുന്നൊരു പ്രശ്നമേ വരുന്നില്ല. എന്തുകൊണ്ടാണ് ഇടത്ത് ഭാഗം ചെരിഞ്ഞ് കിടക്കുന്നത്? ഇടത്ത് ഭാഗം ചെരിഞ്ഞ് കിടക്കുമ്പോഴാണ് യൂട്രസിലോട്ട് ഏറ്റവും കൂടുതൽ ബ്ലഡ് ഫ്ലോ കിട്ടുന്നത്. അപ്പോൾ വാവ കുറച്ചും കൂടി ആക്റ്റീവ് ആവാൻ അത് സഹായിക്കും. അപ്പോൾ ഈ 2 ഫാക്ടേഴ്സും അനക്കം നോക്കുന്നതിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇടത്ത് ഭാഗം ചെരിഞ്ഞ് കിടക്കുക. ഇനി ഈ 1 അവറിൽ നിങ്ങൾക്ക് 3 അനക്കം കിട്ടിയിട്ടില്ലെങ്കിലോ, നിങ്ങൾ നല്ല മധുരമുള്ള ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും ഷുഗറുള്ള സാധനങ്ങൾ കഴിക്കുക. അപ്പോൾ പെട്ടെന്ന് ഗ്ലൂക്കോസ് ശരീരത്തിലെത്തും, പെട്ടെന്ന് ഗ്ലൂക്കോസ് വാവയിലേക്ക് എത്തും. എന്നിട്ടൊരു 1 അവറും കൂടെ ചെരിഞ്ഞ് കിടക്കുക. ഈ 1 അവറും 3 അനക്കം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറെ കാണിക്കണം. രണ്ടാമത്തെ ഒരു കാര്യം, നമുക്കൊരു പാറ്റേൺ ഉണ്ടാവും അല്ലേ? നമ്മളുടെ വാവ, ഇപ്പോൾ ചിലരുടെ വാവ ഏറ്റവും കൂടുതൽ അനങ്ങുന്നത് വൈകുന്നേരങ്ങളിലായിരിക്കും, ചിലരുടെ വാവ ഏറ്റവും കൂടുതൽ അനങ്ങുന്നത് രാവിലെ ആയിരിക്കും, ചിലരുടെ വാവ ഇടനേരങ്ങളിലായിരിക്കും. അപ്പം നമുക്കൊരു പാറ്റേൺ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളുടെ കുഞ്ഞുവാവ എങ്ങനെയാണ് അനങ്ങുന്നതെന്നുള്ളത്. ഈ ഒരു പാറ്റേണിലൊരു വ്യത്യാസം നിങ്ങൾ ഏതെങ്കിലും ഒരു ദിവസം കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡോക്ടറെ കാണിക്കണം. ഇനി എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് വാവയുടെ അനക്കം കുറയുക? വാവ ചിലപ്പോൾ ഉറങ്ങുമായിരിക്കും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വാവയുടെ ഗ്ലൂക്കോസ് കുറവായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് തടിയുള്ള ആളുകളാണെങ്കിൽ വാവയുടെ അനക്കം അത്ര കിട്ടിക്കൊള്ളണം എന്നില്ല. മറുപുള്ള ഫ്രണ്ടിലാണ്, യൂട്രസിൻ്റെ ഫ്രണ്ടിലാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് വാവയുടെ അനക്കം കുറയാം. അപ്പോൾ പല നോർമലായിട്ടുള്ള കണ്ടീഷൻസ് കൊണ്ടും വാവയുടെ അനക്കം കുറയാം. അപ്പം എല്ലാ വാവയുടെ അനക്കം കുറയുമ്പോൾ നമ്മൾ ടെൻഷൻ അടിച്ച് വരേണ്ട കാര്യമില്ല. പക്ഷേ ഡോക്ടറെ കാണിച്ച് ചിലപ്പോൾ ഡോക്ടർ സ്ഥലത്ത് വെച്ച് നോക്കും, വാവയുടെ അനക്കം നോർമലാണോ എന്ന് നോക്കും, CTG പോലത്തെ ഗ്രാഫ് എടുത്ത് നോക്കും, അതിൽ നമുക്ക് ഹാർട്ട് ബീറ്റ് കറക്റ്റായിട്ട് കാണാം. ഒന്നുമില്ലെങ്കിൽ സ്കാനിങ് എടുത്ത് നോക്കും. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾക്ക് അനക്കം കുറവാണോ എന്നൊരു സംശയം തോന്നുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഡോക്ടറെ കാണിച്ച് ഒന്ന് എക്സാമിൻ ചെയ്യിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അത് സാരമില്ല, ശരിയാവും, ചിലപ്പോൾ നാളത്തേക്ക് ശരിയാവുമായിരിക്കും, ചിലപ്പോൾ രാത്രി ആകുമ്പോഴത്തേക്ക് ശരിയാവുമായിരിക്കും. ഈ ഒരു റീഅഷ്വറൻസ് ഒരിക്കലും ഒരു ഡോക്ടറെ കാണിക്കാതെ സ്വന്തം ചിന്തിച്ചു കൂട്ടരുത്.